ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എന്താണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് അയക്കുന്ന രാഹുൽ അറിയുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഷൊർണൂർ റോട്ടിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഏതാണ്ട് മേപ്പറമ്പ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. അതായത് പാലക്കാട് നഗരത്തിന്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലൂടെയും പോവുകയാണ്. ഇനി ഒരുപക്ഷെ അദ്ദേഹം ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ ഇടാൻ വേണ്ടി പോകുകയാണോ എന്നതിലും വ്യക്തതയില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം ഈ പാലക്കാട് BJPയും DYFIയും എല്ലാം തന്നെ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് താൻ ഈ പാലക്കാടിന്റെ വിരുമാറിലൂടെ സഞ്ചരിച്ചു എന്ന് ഒരുപക്ഷെ ഈ സൈബർ പോരാളികൾക്ക് പറയാൻ വേണ്ടിയാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ഈ പാലക്കാട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ പോയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ മേപ്പറമ്പ് ജംഗ്ഷനാണ് ഉള്ളത്. വലത്തോട്ട് തിരിഞ്ഞാൽ പിന്നീട് RSSന്റെയും BJPയുടെയും കോട്ടയാണ്. ഇൻഡിക്കേറ്റർ വലത്തോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ മാർക്കറ്റിന്റെ മൂത്താന്തറയും വടക്കന്തറയും ഉൾപ്പെടെയുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് രാഹുലിന്റെ യാത്ര എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഇൻഡിക്കേറ്റർ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അജിംസിന് കൃത്യമായി അറിയാം വടക്കന്തറ, മൂത്താന്തറ, പാലക്കാട് അങ്ങാടിക്ക് ഉള്ളിലുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഈ പേഴുങ്കര ഭാഗത്തേക്കാണ് വാഹനം തിരിഞ്ഞിരിക്കുന്നത്. ഈ പേഴുങ്കര ഭാഗത്തേക്ക് വാഹനം തിരിഞ്ഞിരിക്കുന്നു. എങ്ങോട്ടാണ് യാത്ര എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും പേഴുങ്കര ഭാഗത്തേക്കാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒലവക്കോടേക്ക് കടന്ന് അതുവഴി മണ്ണാർക്കാട്ടേക്ക് പോകാം. അതോ ഇനി ഇതിനിടയ്ക്ക് മറ്റെങ്ങോട്ടേക്ക് ആണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം മേപ്പറമ്പിൽ നിന്ന് പേഴുങ്കര ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. രാഹുലിന്റെ വാഹനം ഈ വലിയ വേഗതയിലൊന്നുമല്ല പോകുന്നു. മാധ്യമങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. രാഹുൽ കൃത്യമായ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഓഡിയോ ക്ലിപ്പ് തന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ രാഹുലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലിന് എതിരെ ഈ സംഘടനാ നടപടി എടുത്ത സമയത്ത് ഈ മറ്റ് സംഘടനകളെല്ലാം തന്നെ BJPയും CPMും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് ഈ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെ ഈ പാലക്കാടിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അത്തരം ഒരു പ്രസ്താവനയോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും? ഒരു MLA എന്ന നിലയ്ക്ക് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ബാധ്യത എങ്ങനെ നിർവഹിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും അദ്ദേഹം ഈ പേഴുങ്കരയിൽ നിന്ന് ഈ ഒലവക്കോട് ഭാഗത്തേക്കുള്ള വഴിയിലേക്കാണ് കയറിയിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ നേരെ മണ്ണാർക്കാട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഈ രാഹുൽ എങ്ങോട്ടാണ് എന്നുള്ളതിൽ രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കും വ്യക്തതയില്ല. അവർക്ക് 2 മരണവീട് സന്ദർശിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. അതിൽ ഒന്ന് ഈ നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന നേരത്തെ സന്ദർശിച്ച ഈ സേവ്യർ എന്ന വ്യക്തിയുടെ സഹോദരൻ മരിച്ചിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചിരുന്നു. അവിടെ സന്ദർശനം നടത്തി. പിന്നീട് അവിടെയുള്ള ആളുകളാണ് മറ്റൊരു വയോധിക കൂടി സമീപത്ത് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ വീട്ടിലേക്ക് കൂടി കയറി. പിന്നീട് അദ്ദേഹം ഇന്ന് അന്തരിച്ച KPCC മുൻ സെക്രട്ടറിയുടെ വീടാണ് സന്ദർശിക്കേണ്ടത്. അത് മണ്ണാർക്കാടാണ്. വട്ടമ്പലത്തെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. അങ്ങോട്ട് അദ്ദേഹം പോവുകയാണോ അതോ മറ്റ് വല്ല പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഈ മാധ്യമങ്ങളോട് ഈ പഴയ ഒരു സൗഹൃദം അദ്ദേഹം പുലർത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇത്രമേൽ വിവാദങ്ങൾ വന്നു. ഈ വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി എന്താണ് രാഹുൽ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ സമ്മേളനം നടന്ന ആ ദിവസം അദ്ദേഹം വന്നു. താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നും ഈ അതോടൊപ്പം തന്നെ ഈ അച്ചടക്കമുള്ള പ്രവർത്തനമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് തന്റെ ശബ്ദമല്ല, തനിക്കെതിരെ വരുന്നതെല്ലാം തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വന്തം മണ്ഡലത്തിലേക്കാണ് രാഹുൽ എത്തിയിട്ടുള്ളത്. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായി 38 ദിവസം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നു. പിന്നീട് മണ്ഡലത്തിലേക്ക് എത്തിയ രാഹുൽ എന്ത് പറയും? തനിക്കെതിരെയുള്ള ആരോപണത്തിൽ അദ്ദേഹം ഇനി ഈ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാലക്കാട്ടുകാരോട് പറയാൻ വന്നതാണോ അതോ അദ്ദേഹം ഇനിയും ഈ ആരോപണങ്ങളെ കുറിച്ച് ഈ കോടതിയിലുള്ള അല്ലെങ്കിൽ നിയമത്തിന് മുൻപിലുള്ള ഒരു സംഭവമായതുകൊണ്ട് മൗനം തുടരുകയാണ് എന്ന് പറയുമോ എന്നതിൽ ഒന്നും ഒരു വ്യക്തതയില്ല. എന്തായാലും മാധ്യമങ്ങളെ കാണാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു ചോദ്യങ്ങൾക്ക് ഒന്നും ഒരു വലിയ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും
അദ്ദേഹം ഇനി എന്ത് പ്രതികരിക്കും, എങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ പോകുന്നത്, ഈ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ്, അത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുമോ എന്നെല്ലാം തന്നെ നമുക്ക് അറിയാം. എന്തായാലും രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒലവക്കോട് ഈ റെയിൽവേ ഗേറ്റ് ഉള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വലത്തോട്ട് തിരിഞ്ഞാൽ വീണ്ടും പാലക്കാട് നഗരത്തിലേക്ക് കടക്കാം. ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ ഒലവക്കോട് ജംഗ്ഷൻ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ്. മണ്ണാർക്കാട്ടേക്ക് ഉള്ള റോഡും അതാണ്. അദ്ദേഹം മണ്ണാർക്കാട്ടേക്ക് പോകുമെന്ന് അറിഞ്ഞിരുന്നു.